വി എസ് അച്യുതാനന്ദൻ ദീർഘനാൾ CPM നേതാവായി. അത് 70കളുടെ അവസാനത്തിലാണ് ഇവിടെ AKG സെന്റർ തിരുവനന്തപുരത്ത് പണി കഴിപ്പിക്കുന്നത്. AKG സെന്റർ ഇപ്പോൾ AKG പഠന ഗവേഷണ കേന്ദ്രമായി മാറി. ഇതിന് തൊട്ടപ്പുറത്ത് പുതിയ മന്ദിരം പണി കഴിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ CPMന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ്. ഇപ്പോൾ AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്കാണ് വി എസ് അച്യുതാനന്ദന്റെ ഭൗതിക ശരീരം കൊണ്ടുവരുന്നത്. അഭിലാഷ്, ഇപ്പോൾ വി എസിന്റെ ഒരു കർമ്മരംഗം എന്ന് പറയാം, പാർട്ടി നേതാവ് എന്നുള്ള രീതിയിലുള്ള കർമ്മരംഗമായ AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്കാണ് വി എസിന്റെ ഭൗതിക ശരീരം കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും വി എസിന്റെ തട്ടകമായിരുന്നു അദ്ദേഹം 80 മുതൽ 91 വരെ. CPMനെ സംബന്ധിച്ച് CPMന്റെ ഏറ്റവും കലുഷിത കാലത്ത് അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം നമുക്കറിയാം ഒരു 1.5 പതിറ്റാണ്ട് വി എസ് തന്നെയായിരുന്നു പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ അവസാന വാക്ക്. അദ്ദേഹം സംഘടനാ രാഷ്ട്രീയത്തിൽ നിന്ന് പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് മാറുന്ന ഘട്ടത്തിലും ഇപ്പോൾ AKG സെന്റർ എന്ന് പറയുന്നത് വി എസ് അച്യുതാനന്ദനെ സംബന്ധിച്ച് ഏറ്റവും വൈകാരികമായി ഓർമ്മകളുള്ള ഒരു ഇടമാണ്. പാർട്ടി ഏറ്റവും കാറ്റും കോളും നിറഞ്ഞ കാലത്ത്, അതായത് സോവിയറ്റ് യൂണിയന്റെ തകർച്ച, കിഴക്കൻ യൂറോപ്പിന്റെ പതനം, ബെർലിൻ വാൾ വീഴുന്നു, അപ്പോൾ കമ്മ്യൂണിസം ഇനി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് കേരളം പോലത്തെ ഒരു കൊച്ചു സംസ്ഥാനത്ത് നിന്ന് അന്നത്തെ പാർട്ടിയുടെ അമരത്ത് വി എസ് അച്യുതാനന്ദനായിരുന്നു. കേരളത്തിലെ പാർട്ടിയിൽ തന്നെ ഉണ്ടായിരുന്ന MV രാഘവൻ ഉണ്ടാക്കിയിട്ടുള്ള വലിയ കോളിളക്കം 1985-86 കാലഘട്ടത്തിൽ എറണാകുളം സമ്മേളനം നടക്കുമ്പോൾ വി എസ് ആണ് സംസ്ഥാന സെക്രട്ടറി. അങ്ങനെ വി എസ് ഒരു പാർട്ടി നേതാവ് എന്നുള്ള നിലയിൽ, കമ്മ്യൂണിസ്റ്റ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ സംഘടനാ ജീവിതത്തിന്റെ സിംഹഭാഗവും ചെലവഴിച്ച ഈ മന്ദിരത്തിലേക്ക് അവസാനമായി വി എസ് ഒന്നുകൂടി വരുമ്പോൾ നിശ്ചയമായും അത് അതിവൈകാരികമായ ഒരു രംഗമായിരിക്കുമെന്നുള്ളതിൽ സംശയമില്ല. ഇപ്പോൾ 90കളുടെ അവസാനം ഇപ്പോൾ EMSന്റെ മരണം ഉണ്ടാകുന്നു, അതിനുശേഷം EK നായനാരുടെ മരണം ഉണ്ടാകുന്നു. ആ സമയത്തൊക്കെ തടിച്ചുകൂടിയ രീതിയിൽ വലിയ രീതിയിലുള്ള ജനക്കൂട്ടം ഇവിടെ ഇപ്പോൾ ഇതിനകം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ SUT ആശുപത്രിയിൽ നിന്ന് വി എസിന്റെ ഭൗതിക ശരീരം ഇവിടെ AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരും. അതിനുശേഷമായിരിക്കും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക്, അതിനുശേഷം നാളെ രാവിലെ 9:30 ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചത്. ഇപ്പോൾ തന്നെ പാർട്ടി പ്രവർത്തകരുടെ, അതുപോലെ തന്നെ വി എസിനെ സ്നേഹിക്കുന്ന സാധാരണ തൊഴിലാളികളുടെ വലിയ ഒരു നീണ്ട നിര ഇവിടെ ഉണ്ട്. തിരുവനന്തപുരത്ത് ഈ ഭാഗത്ത് ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. വലിയ ജനക്കൂട്ടം വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ, അവസാനമായി വി എസിന് വേണ്ടി മുഷ്ടി ചുരുട്ടി ഒരു മുദ്രാവാക്യം വിളിക്കാൻ ഇവിടെ AKG സെന്ററിന് മുമ്പിൽ ചെങ്കൊടി പകുതി താഴ്ന്ന് നിൽക്കുകയാണ്. ചെങ്കൊടിക്ക് മുകളിൽ കറുത്ത കൊടി ഉയർന്നിരിക്കുന്നു. സഖാവ് വി എസിന് വിട എന്ന ബാനർ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. നെഞ്ചുപൊട്ടി വി എസിന് വേണ്ടി അവസാനമായി കണ്ണേ കരളേ വി എസ് ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്ന മുദ്രാവാക്യം വിളിക്കാൻ ഇവിടേക്ക് നിരവധി ആളുകൾ, സാധാരണ തൊഴിലാളികൾ, വി എസിനെ സ്നേഹിച്ചിരുന്ന ഒരുപാട് ആളുകൾ, ഒരു പുരുഷാരം നിറയെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വി എസ് അച്യുതാനന്ദൻ രോഗശയ്യയിലായതിനു ശേഷം അദ്ദേഹം AKG സെന്ററിലേക്ക് വരികയോ അങ്ങനെയൊന്നും ചെയ്തിരുന്നില്ല. അദ്ദേഹത്തിന്റെ AKG സെന്ററിലേക്കുള്ള, അതായത് അന്ന് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നപ്പോൾ ഇത് AKG സെന്റർ ആയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ AKG പഠന ഗവേഷണ കേന്ദ്രമായി മാറിയത്. യഥാർത്ഥത്തിൽ AKG പഠന ഗവേഷണ കേന്ദ്രം തന്നെയാണ്. AKG സെന്റർ എന്ന രീതിയിൽ CPMന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായി കൂടി പ്രവർത്തിച്ചു വരികയായിരുന്നു. ഇവിടെ വി എസ് അച്യുതാനന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി, അതിനുശേഷം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി, LDF കൺവീനറായി, മുഖ്യമന്ത്രിയായി, പ്രതിപക്ഷ നേതാവായി ഒക്കെ വി എസ് അച്യുതാനന്ദൻ കർമ്മരംഗത്ത് നിറഞ്ഞു നിന്ന, ഒരുപക്ഷെ പാർട്ടി സംഘടനാ രീതികൾ കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ ഭരണകർത്താവ് എന്നുള്ള രീതിയിലാണെങ്കിലും പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിലാണ് ഒക്കെയും വി എസ് അച്യുതാനന്ദൻ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച AKG പഠന ഗവേഷണ കേന്ദ്രം, പഴയ AKG സെന്ററിലേക്കാണ് വി എസ് അച്യുതാനന്ദൻ അവസാനമായി എത്തുന്നത്. തീർച്ചയായും എനിക്ക് തോന്നുന്നു രണ്ട് പ്രധാനപ്പെട്ട വലിയ ആഘാതമുണ്ടാക്കിയ മരണങ്ങൾ. EMS 1998 മരിക്കുന്നു, 2004 EK നായനാർ അന്തരിക്കുന്നു. ആ രണ്ട് ഘട്ടങ്ങളിലും AKG സെന്റർ എനിക്ക് തോന്നുന്നു സമാനമായ ഇതുപോലെയുള്ള വലിയ ജനക്കൂട്ടം കണ്ടിട്ടുണ്ട്. EMSന്റെ മരണം ഞാൻ അന്ന് ഓർക്കുന്നുണ്ട്. വൈകുന്നേരത്തെ ആകാശവാണി വാർത്തയിൽ EMS അന്തരിച്ചു എന്ന വാർത്ത 1998 മാർച്ച് മാസം 13-ാം തീയതി വരുന്നത് ശോകമൂകമായി അന്ന് ഈ തിരുവനന്തപുരം ആകെ. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ AKG സെന്റർ പരിസരത്തേക്ക് വരുമ്പോൾ കടകൾ അടഞ്ഞു തുടങ്ങിയിരിക്കുന്നു, ഈ റോഡുകൾ നിശബ്ദമായിരിക്കുന്നു, എവിടെയും ശബ്ദമോ മറ്റ് ബഹളങ്ങളോ ഇല്ല. തിരുവനന്തപുരം എന്ന് പറയുന്നത് വി എസിനെ സംബന്ധിച്ച്, വി എസ് ആലപ്പുഴ വി എസിന്റെ വീടാണെങ്കിൽ രണ്ടാം വീട് തിരുവനന്തപുരമാണ്. ആ തിരുവനന്തപുരം വി എസിന് ഇപ്പോൾ തന്നെ വിട നൽകുന്നുവെന്ന് പറയാം. അതെ, വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ ഒരു ആലപ്പുഴയിൽ നിന്ന് കൂടുതൽ പിന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തന കേന്ദ്രം തിരുവനന്തപുരത്തേക്ക് മാറ്റിയതിനു ശേഷം തിരുവനന്തപുരം കേന്ദ്രമാക്കിയാണ് വി എസ് അച്യുതാനന്ദൻ പ്രവർത്തിച്ചത്. അങ്ങനെയുള്ള വി എസ് അച്യുതാനന്ദന് നാളെ തിരുവനന്തപുരത്തോടും അദ്ദേഹം വിട പറയുകയാണ്. 102-ാം വയസ്സിൽ വി എസ് അച്യുതാനന്ദൻ അന്തരിക്കുമ്പോൾ ഒരു വലിയ രാഷ്ട്രീയ ചരിത്രം, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ രീതിയിലുള്ള ഒരു സമര ചരിത്രം, മലയാളിയെ സമരം ചെയ്യാൻ പ്രേരിപ്പിച്ച അല്ലെങ്കിൽ സമരത്തിന് വേണ്ടി തയ്യാറാക്കി നിർത്തിയ
സമരങ്ങളുടെ മുന്നിൽ നിന്ന VS അച്യുതാനന്ദനാണ് ഇപ്പോൾ ഓർമ്മയായി മാറുന്നത്. തീർച്ചയായും VS AKG സെന്ററിലേക്ക് അവസാനമായി ഒരു യാത്ര കൂടി VSന്റെ തട്ടകമായിരുന്ന പഴയ AKG സെന്ററിലേക്ക് ഇപ്പോഴത്തെ AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് എത്തും. വലിയ VSനെ സ്നേഹിച്ച ഒരു വലിയ ജനക്കൂട്ടം നമുക്ക് പുറകിൽ കാണാം. അവർ VSനെ കാത്തു നിൽക്കുകയാണ്. VSനെ അന്തിമാവചാരം അർപ്പിക്കാനായി, VSന് അവസാനമായി ഒരു മുദ്രാവാക്യം മുഴക്കാനായി ഒരു വലിയ ജനക്കൂട്ടം ഇവിടെ കാത്തു നിൽക്കുകയാണ്. മാധു.